6 വർഷത്തോളം ചതുപ്പിൽ കുഴിച്ചിട്ട രഹസ്യം അത് പുറത്തെത്തിക്കാൻ കഠിനമായ വഴികളിലൂടെ പോലീസ് നടത്തിയ അന്വേഷണം. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിൻ്റെ തിരോധാനവും ദുരൂഹമരണവും പോലീസിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ അസാധാരണമായൊരു ഏടാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് മാറി സരോവരത്തെ ഒറ്റപ്പെട്ട ചതുപ്പ് സ്ഥലത്തു നിന്നാണ് 6 വർഷം മുൻപ് സുഹൃത്തുക്കൾ ചേർന്ന് കുഴിച്ചിട്ട ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത്. മനുഷ്യഗന്ധം തിരിച്ചറിയാൻ ശേഷിയുള്ള പോലീസ് നായയുടെ സഹായത്തോടെയായിരുന്നു തിരച്ചിൽ. ചതുപ്പിനുള്ളിൽ വഴി നിർമ്മിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചായിരുന്നു പരിശോധന. മാർച്ച് 24 കോഴിക്കോട്ട് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ വിജിലിനെ സരോവരത്തെ ചതുപ്പിൽ താഴ്ത്തിയതായി പ്രതികൾ മൊഴി നൽകിയിരുന്നു. വിജിലിന്റെ സുഹൃത്തുക്കളായ കെ നിഖിൽ, ദീപേഷ് എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചതുപ്പിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഥികഷ്ണങ്ങൾ കണ്ടെടുത്തത്. അമിത ലഹരി ഉപയോഗത്തെ തുടർന്ന് വിജിൽ മരിച്ചെന്നും വിവരം പുറത്തു പറയാൻ ഭയമായതിനാൽ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയെന്നുമായിരുന്നു പ്രതികളുടെ മൊഴി. പ്രതികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തു നിന്ന് ഏതാണ്ട് 40 മീറ്റർ മാറിയാണ് അസ്ഥികഷ്ണങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ ദിവസം സ്ഥലത്തു നിന്ന് ലഭിച്ച ഷൂസ് വിജിലിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. 2 ഘട്ടങ്ങളിലായി നടത്തിയ തെരച്ചിലിലാണ് അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ മാസം നിർത്തിവെച്ച തിരച്ചിൽ കാലാവസ്ഥ അനുകൂലമായതോടെ പുനരാരംഭിക്കുകയായിരുന്നു. ചതുപ്പിനുള്ളിൽ വഴി നിർമ്മിച്ച് മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെയായിരുന്നു തിരച്ചിൽ. നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം ഇതിന്റെ DNA എക്സാമിനേഷന് വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് നമുക്കിത് വിജിലിൻ്റേതാണ് എന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നത്. മനുഷ്യഗന്ധം തിരിച്ചറിയാൻ ശേഷിയുള്ള പോലീസ് നായയുടെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തിയത്. ഒരാൾ താഴ്ചയുള്ള ചതുപ്പിൽ സന്നദ്ധ പ്രവർത്തകരുടെ സേവനവും തെളിവ് ശേഖരണത്തിൽ നിർണായകമായി. ഈ ഒരു 6-7 ദിവസം ഊണും ഉറക്കില്ലാതെ തന്നെ ഈ സാധനങ്ങൾ ഇത്രയും ചളീൻ്റെ ഇടയിൽ നിന്ന് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഈ ചളീൻ്റെ ഇടയിൽ നിന്നാണ് ഈ അസ്ഥികൾ മുഴുവനും ഞങ്ങൾ പെറുക്കിയെടുത്തത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നായികക്കല്ലാണ്. ഇന്ന് വരെ ഒരു ചില്ലിക്കാശ് ഒരു സ്റ്റേഷനിൽ പോലും വാങ്ങിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ യജ്ഞത്തിന് പോകുന്ന ഞങ്ങൾ ആളുകൾ ആരും ആൻസോ, പാൻപരാഗോ, മദ്യോ, സിഗരറ്റോ ഒന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ വന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിൽ തന്നെ മടങ്ങിപ്പോകുന്നതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് 2ാം ഘട്ട തിരച്ചിലിനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി അസ്ഥികൾ ഒഴുക്കിയെന്ന് പ്രതികൾ മൊഴി നൽകിയ വരയ്ക്കൽ ബീച്ചിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. വിജിൽ ട്രെയിനിൽ കയറിപ്പോയെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപം ഉപേക്ഷിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി. ന്യൂസ് 18 കോഴിക്കോട്.